ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ മുടി ഷോർട്ട് ചെയ്യാൻ പോവാണ്, മുടി കട്ട് ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ അങ്ങനെ ഷോർട്ട് അധികം ചെയ്യലില്ല. എന്നാലും ലാസ്റ്റ് ടൈം ചെയ്തപ്പോൾ കുറച്ചധികം ഷോർട്ടായി പോയിണ്ടായിരുന്നു തോന്നല്ലേ. പക്ഷെ ഇപ്രാവശ്യം ലാസ്റ്റ് ടൈം ഞാൻ അങ്ങനെ ഷോർട്ട് ആക്കണം എന്ന് വിചാരിച്ച് പോയതല്ല. പക്ഷെ ഇപ്രാവശ്യം ഞാൻ ഷോർട്ട് ആക്കാൻ വേണ്ടി തന്നെ ഇനി അവിടെ ചെന്നിട്ട് എന്താവുന്നൊന്നും എനിക്കറിയില്ല. കാരണം എൻ്റെ അവിടെ അമ്മ വരുന്നുണ്ട്. അതുകൊണ്ട് എന്താവും എന്നൊന്നും അറിയില്ല. പക്ഷെ ഞാൻ എന്തായാലും ഷോർട്ട് ആക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. മാക്സിമം ഞാൻ മിക്കവാറും നന്നായിട്ട് ഷോർട്ട് ചെയ്യുമായിരിക്കും. അപ്പോൾ ഞാൻ മുടി വെട്ടിയതൊക്കെ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ വീട്ടുകാരുടെ റിയാക്ഷൻസ് ഒക്കെ കണ്ടിട്ട് വരൂ. എൻ്റെ മുടി വെട്ടിയിട്ട് അവരെന്താണ് പറയുന്നത്, വീട്ടിൽ നിന്ന് ഇറക്കി വിടുമോ എനിക്കറിയില്ല. അപ്പോൾ ആ റിയാക്ഷൻസ് കണ്ടിട്ട് ഞാൻ എൻ്റെ മുടി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം നിങ്ങളത് കണ്ടിട്ട് വരും. എന്നെ കണ്ടിട്ടൊന്നും തോന്നില്ലേ? എന്നെ കണ്ടിട്ടൊന്നും തോന്നില്ലേ? എന്നായിരിക്കും ബാക്കിൽ വന്ന് നോക്കാം. എനിക്ക് കാണിക്കാൻ പറ്റൂല, എനിക്ക് വീഡിയോ എടുക്കുന്നത്. ഒന്നുമില്ല, എന്താ പറയാനുള്ളേ? ഒന്നും പറയാനില്ലല്ലോ. നിന്നോടൊക്കെ വന്ന് മുടി മുറിക്കലാന്ന്. അതെല്ലാം ഇവിടെ മുറിക്കുന്ന ഒരു കണക്കില്ല. നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്ത് ഭംഗി! കുഞ്ഞു മുടിയായിട്ട് നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗി. ഇതപ്പം ചെയ്തത് ഇന്നല ഞാൻ പുറത്തിറങ്ങലേ, അളവുമ്പോ പുറത്തിറങ്ങല. അതെന്താ അല്ലേ? ഭംഗിയില്ല അച്ചാ? അതന്നെ രസല്ലേ? എനക്ക് ഇഷ്ടായിട്ടാ. ഇഷ്ടായി, പക്ഷെ പറയില്ല ഇഷ്ടായി. എന്തിനാക്കി ഇങ്ങനെ അടിയായി ഗൈസ്. കേറ്, നീ വന്നിട്ട് പുറത്തേക്ക് കേറ്. ഞാനൊന്നും അടിക്കണ്ട. ഇപ്പോഴത്തെ പിള്ളേരെ ഇഷ്ടല്ല, നിങ്ങളെ ഇഷ്ടല്ലല്ലോ. നമ്മളൊന്നും കാലത്ത് ഇങ്ങനെ ചെയ്യാൻ പറ്റൂല. നമ്മളെ അമ്മമാരൊന്നും. ശരി, മുടി വളർത്താനേ നോക്കൂ. ശരി. നിങ്ങൾ ആരും ഒരു റിയാക്ഷൻ ഇടുന്നില്ലല്ലോ. നിക്കിന്റെ സൗണ്ട് അത് എന്തായാലും ഒന്നും കേൾക്കൂല. ഞാൻ കൊറേ ആയി ആഗ്രഹിക്കുന്നു. അമ്മ പഠിക്കുന്നത് തിരിയാൻ പറ്റൂല. മുന്നേ ഇത്ര മുറിച്ചില്ല ഇതുവരെ. ആദ്യമായിട്ട് ഇത്ര അല്ല, എന്നെ കാണിക്കണ്ട. എന്നാ മുടി വെച്ചതാ? കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. മുടി മുറിച്ച് അമ്മ പിടിക്കുന്നത് എനിക്ക് തിരിയാൻ പറ്റൂല. സ്റ്റിക്കി, എന്ത് തോന്നുന്നു? എന്നെ മനസ്സിലായില്ല നിനക്ക്? മനസ്സിലായില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ടാ എന്നെ കണ്ടിട്ട് ആദ്യം കുറച്ചേ. ഇപ്പൊ മനസ്സിലായി തോന്നുന്നു. എന്നാ കാലിനെന്നാ പറ്റേ സൈഡിന്? ഇപ്പൊ മനസ്സിലായി, അതാണ് കിടന്നത്. നിനക്ക് എന്നെ കണ്ടിട്ടൊന്നും തോന്നുന്നില്ലേ? ഒന്നും തോന്നുന്നില്ലേ? ഇല്ല, ശരിക്കും പറ. ഞാൻ മുടി മുറിച്ചിട്ട് നിനക്കൊന്നും തോന്നില്ലേ? മുടി എനിക്ക് കുറച്ചും കൂടി ഉണ്ടല്ലേ. അമ്മമ്മക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്നെ കണ്ടിട്ട്? നോക്കട്ടെ, നിന്റെ മുഖത്ത് ക്യാമറ പിടിച്ച അമ്മ കൊടുത്തു. എന്നാ തിരിച്ചു അമ്മമ്മന്റെ മുഖത്തേക്ക് ക്യാമറ പിടിക്കും.
हाँ, this is fine. She left her home to find where she belongs. Her mother's scared to leave her all alone. But she got time and she knows what to figure out. This ain't in a dream. ഹലോ ഗായ്സ്, അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഹെയർ കട്ട് വീഡിയോയും അതുപോലെ എൻ്റെ വീട്ടുകാരുടെ റിയാക്ഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ വിചാരിച്ച പോലെ ഒരു റിയാക്ഷനൊന്നും എനിക്ക് കിട്ടിയില്ല കേട്ടോ. എൻ്റെ വീട്ടിലെല്ലാവർക്കും ലോങ് ഹെയറിനോടാണ് താല്പര്യം. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഷോർട്ട് ഹെയർ ഒക്കെ ആക്കി പോകുമ്പം ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ ഇത്രയും ഷോർട്ട് ആക്കിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഷോർട്ട് ഹെയർ ഒക്കെ ആക്കി പോകുമ്പോൾ എല്ലാവരും ഭയങ്കരമായി ഞെട്ടും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ആരും തന്നെ ഞെട്ടിയില്ല. എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. പിന്നെ അമ്മയുടെ വീട്ടിൽ പോയപ്പോൾ അമ്മമ്മ കുറച്ച് തന്നെ വഴക്ക് പറഞ്ഞായിരുന്നു. പിന്നെ അച്ഛൻ്റെ വീട്ടിൽ പോയപ്പോൾ ഉള്ള സാഹചര്യം കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ബിക്കോസ് എനിക്ക് ഞാൻ എൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിലേക്കാണ് ആദ്യം പോയത്. ലൈക്ക് അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നൊരു സാഹചര്യം ആയിരുന്നില്ല. കസിൻസിൻ്റെ കുറച്ച് പേര് ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ അവരൊന്നും പ്രത്യേകിച്ച് റിയാക്ഷൻ ഇട്ടില്ല. എന്താണെന്ന് എനിക്കറിയില്ല. എന്നെ സങ്കടപ്പെടുത്തി അവരെല്ലാവരും. ഞാൻ ഭയങ്കര എക്സ്പെക്റ്റേഷനിൽ പോയിട്ടാന്ന് തോന്നുന്നു. ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് ഷോർട്ട് ഹെയറിൽ എന്നെ തന്നെ ഒന്ന് കാണണം എന്ന്. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ചെറുപ്പം തൊട്ട് എനിക്ക് ലോങ് ഹെയർ ആയിരുന്നു ഇഷ്ടം. പിന്നെ ഞാനൊരു 12th അതുപോലെ എൻ്റെ ഡിഗ്രി ഫസ്റ്റ് ഇയർ വരെ ഞാൻ ലോങ് ഹെയർ തന്നെയായിരുന്നു. ആ സമയത്ത് ഞാൻ 11th 12th പഠിക്കുന്ന സമയം വരെ എനിക്ക് ഭയങ്കര ഉള്ളുള്ള നല്ല സിൽക്കി നല്ല ഉള്ളുള്ള മുടിയായിരുന്നു. കാണാൻ നല്ല ഭംഗിയുള്ള മുടിയായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ വന്നിട്ട് അങ്ങനെ എൻ്റെ മുടി കൊഴിഞ്ഞ് ഉള്ളൊക്കെ പോയി. അപ്പോൾ ലൈക്ക് താഴേക്കൊക്കെ ഭയങ്കര ഒരു ഡാമേജ്ഡ് ഹെയർ പോലെ ആവാൻ തുടങ്ങി. അപ്പം അങ്ങനെയാണ് ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ അത് കുറച്ച് ഷോർട്ട് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് കുറച്ചെങ്കിലും എൻ്റെ ഹെയർ ഷോർട്ട് ചെയ്യുന്നത്. അതുവരെ ഞാൻ മുന്നിൽ കുറച്ച് ഫ്രിഞ്ചസ് കട്ട് ചെയ്യും, ബാക്കിൽ ട്രിം ചെയ്യും, അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് ഷോർട്ട് ഹെയർ ഇഷ്ടമായി തുടങ്ങി. പിന്നെ ഞാൻ എപ്പോഴും ഒരു ലിമിറ്റ് വെച്ച് കട്ട് ചെയ്യുമായിരുന്നു. പക്ഷേ ഇത്രയും ഞാൻ കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എപ്പോഴും ലോങ് ഹെയർ അല്ലേ, എൻ്റെ മുഖത്ത് ഷോർട്ട് ഹെയർ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ലൈക്ക് ഒരു കാണാനൊരാഗ്രഹം. അപ്പം അങ്ങനെ ഞാൻ കട്ട് ചെയ്തതാണ്. ഇത് കുറേ പേര് ചിലപ്പം അയ്യോ എന്തിനാ കട്ട് ചെയ്തേ, ലോങ് ഹെയർ ആയിരുന്നില്ലേ നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ലൈക്ക് ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലൊക്കെ കമൻസ് ഒക്കെ വരും എന്ന് എനിക്കറിയാം. പക്ഷേ ആരും അങ്ങനെ കമൻറ്റ് ചെയ്യരുത് കേട്ടോ, എനിക്കത് വിഷമാവും. ഞാൻ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് മുറിച്ചു. മുടിയല്ലേ, മുടി വളരുന്ന സാധനം, അതുകൊണ്ട് അത് വളർന്നോളൂ. ഇനി ആരും അങ്ങനെ വന്നിട്ട് എന്തിനാ മുറിച്ചേ, ഇനി മുടി ഞാൻ ഫസ്റ്റ് ടൈം മുറിച്ചപ്പോൾ ഉണ്ടല്ലോ, ലൈക്ക് എനിക്ക് ലോങ് ഹെയർ ആയിരുന്നല്ലോ, എനിക്ക് ഏകദേശം എൻ്റെ ഹിപ്പിൻ്റെ അത്രയും നീളമുള്ള ഹെയർ ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഒരു പകുതിയോളം ആക്കിയ സമയത്ത് കുറേ പേര് വന്നിട്ട് ഇങ്ങനെ ഒറ്റയടിക്കൊന്നും മുടി വെട്ടരുത്, ഇനി മുടി വളരില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് വന്ന് അങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. പക്ഷെ എൻ്റെ മുടി നീളം വെക്കാറുണ്ട്, അതുകൊണ്ട് ഇപ്പം എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. അതുകൊണ്ട് ആരും വന്നിട്ട് മുടി വളരില്ല, അയ്യോ ലോങ് ഹെയർ ആയിരുന്നു ഭംഗി, അങ്ങനെയൊന്നും കമൻറ്റ് ഇടണ്ട. ആ കമൻറ്റ് ഞാനിവിടെ നിരോധിച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് മുറിച്ചു, മുടിയാണ്, അത് വളരും. ഓക്കെ. പിന്നെ എൻ്റെ അമ്മയ്ക്കാണെങ്കിലും അമ്മയുടെ അച്ഛൻ എന്നോട് നല്ലതാണെന്ന് കേട്ടോ പറഞ്ഞത്. ഞാൻ അച്ഛന് വീഡിയോ അയച്ചു കൊടുത്തപ്പോൾ. പിന്നെ അമ്മയും പുണ്യാണ് എൻ്റെ കൂടെ മുടി വെട്ടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ അവരുടെ റിയാക്ഷൻസ് എടുത്തിട്ടില്ല. കാരണം അവർ ഓൾറെഡി എന്നെ അവിടെ നിന്ന് തന്നെ കണ്ടു. അപ്പോൾ റിയാക്ഷനായിട്ട് എടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. പൂപ്പിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്കും ഇവിടുന്ന് പോകുമ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, വേണോ ജാൻവി, നിൻ്റെ മുഖത്ത് വൃത്തി ഉണ്ടാവോ ഷോർട്ട് ഹെയർ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയ്ക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ മുടി വെട്ടി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. അമ്മ പറഞ്ഞു ആ രസം ഉണ്ടല്ലോ കാണാൻ എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ അമ്മയ്ക്കും എൻ്റെ അച്ഛനും ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടപ്പെട്ടു. ശ്രേമോൾ പറഞ്ഞു ഐ എം സോ പ്രൗഡ് ഓഫ് യു എന്ന്. അപ്പോൾ അങ്ങനെ
സോ ഇതാണ് എൻ്റെ ഒരു ഹെയർ കട്ട് വീഡിയോ. അപ്പം ആരും മറക്കണ്ട വന്നിട്ട് അങ്ങനത്തെ കമൻറ്റ്സ് ഒന്നും ഇടണ്ട, ഓക്കെ? അപ്പം ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അപ്പം പറയുന്ന പോലെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. Until then, bye bye.